സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. 1 2 3 4 எங்க அண்ணன் அன்ப அள்ளி தெளிக்கிறதில் மண்ண தங்க பாசத்தில் அவனை தாடிச்சுக்க ஊரல ஆளே கிடையாது. எங்க அண்ணன் அன்ப அள்ளி தெளிக்கிறதில் மண்ண தங்க பாசத்தில் அவனை தாடிச்சுக்க ஊரல ஆளே கிடையாது. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, സത്യമായിട്ട്. ഞാനേ ആ ഒരു ഫ്ലോയ്ക്ക് കണ്ടു വന്നതാ. അപ്പോഴത്തേക്കാണെങ്കിൽ അണ്ണന്റെ പാട്ട് എനിക്ക് വയ്യ, കൊള്ളാൻ പറ്റി. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റിരുന്നു. ജെമിനി, ഈ ഫോട്ടോയിലെ രണ്ടാമത്തെ ആളിനെ കല്യാണ ചെറുക്കന്റെയും കല്യാണ പെണ്ണിന്റെയും നടുക്ക് ഒന്നാക്കി തരുവോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇനി സമന്തയും വിജയും മറ്റേ ആലിയയും ഭർത്താവും ഇവരെത്രയും കൂടെ നിൽക്കുന്ന ഫോട്ടോ. കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗസൽസ്? സ്തംഭിച്ചുപോയി. ഗോഷ്ടി കാട്ടി ഒരു കോമാളി ഇരുന്ന് അഹങ്കാരത്തോടെ പാടുന്നു. ഇത് കണ്ടിട്ട് നിനക്ക് എന്തേരെ തോന്നുന്നു? നീ സമന്തരം വിജയുടെ കീഴിൽ നടത്തി കൊടുത്തോ? കൊള്ളാലോ. അതെ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. ഏത് കിളിയാന്ന് വല്ല നിശ്ചയമുണ്ടോ? തനി രാവണൻ 10 തലയായവന്. ദാവൂദ് ഇബ്രാഹിമിന്റെ ചിരി, വീരപ്പന്റെ മീശ, ഇല്ല മീശ, അങ്ങനെ അഭിവന്യ ഗുരുക്കന്മാരുടെ സമ്മിശ്രമായ രൂപം ചേർന്ന ഒരു 4 കൂടി ജംഗ്ഷനാണ് അവൻ. ശാന്തി കൃഷ്ണ. എവിടെ വെച്ച് കണ്ട നല്ല പരിചയമുണ്ട്. അപ്പൊ പിന്നെ ഞാനാരാ? അവനാണ് നീ. ഞാനാ? അല്ല, എന്റെ അച്ഛൻ. എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്തരാ? ഡാർലിംഗ്, ഐ ലവ് യു. വായിൽ പല്ലിട്ടായിരുന്നു. അടിച്ച് നിന്റെ 32 പല്ലും കാണു കൊന്ന് കായൽ താഴ്ത്തും. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ ഇതാണ്ടോ? ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. അതിരിക്കട്ടെ, നമ്മളാരാ, എന്താ കാര്യം? ദരിദ്രവാസ്യം ആത്മീ ഹൂം. ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. എടാ ഗോപി മഞ്ചൂരിന്റെ മോനെ. ബാപ്പേ അടിപൊളി ഇടിമഴ പടവിളി നടുവിൽ പട്ടണ ഭൂതം ഞാൻ. ചടുകുടു ചുഴലികൾ ചുറ്റി മറയ്ക്കണൊരെട്ടടി ഭൂതം ഞാൻ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എടി മുണ്ടിന്റെ അകത്ത് പോക്കറ്റാ. ഇത് ഏത് വകയിലുള്ളത് ചെയ്യാനാ? എന്റെ വീട് മുണ്ടിനകത്ത് പോക്കറ്റ് വരണ്ട്. ഞങ്ങൾ ഭയങ്കര ഒന്നെങ്കിൽ ആശാന നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഈ ജെമിനിയെ ഞാൻ അഗ്നിയുടെ അടുത്ത് നിൽക്കുന്ന ആരാടി? ആ ഒരു ക്യാരക്ടർ എന്റെ ഒരു ഇതിൽ ആ ഒരു ക്യാരക്ടറിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എടി ജിമി പെണ്ണായി. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. 1 2 3. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ. ഒരുപാട് അവള് കണ്ണും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾക്ക് ഭയങ്കര
അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. വേണ്ടെങ്കിൽ പറ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ പിന്നെ നിങ്ങൾ കൺമുന്നിൽ പോലും അവൾ ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ നിങ്ങൾ കൺമുന്നിൽ പോലും അവൾ വരില്ല. എനിക്ക് സങ്കടം വരണം. ജെമിനിയുടെ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഇട്ട ഷർട്ട് മടക്കി തേച്ച് വെച്ചേക്കുന്ന സൈഡില്. ആരും പേടിക്കണ്ട, ഒന്നി പഠിച്ച മൂന്ന് മാറ് മാറ് മാറ്. ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ, നോക്കോ എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എനിക്ക് അറിഞ്ഞൂടെ ഇതെന്ത് അഗ്നിയുടെ ഉടുപ്പ് ഷർട്ടൊക്കെ വെച്ചിട്ട് പോയി. ഞാറ് നടുവാ കേട്ടോ കുറച്ച്. എടി ഉടുപ്പ് ഷർട്ടും മടക്കാൻ മറന്നില്ലടി അവര്. അഗ്നിയില്ല, എന്തിനാ റാന്തല് വരെ ഉണ്ട്. ഓ മൊത്തത്തിൽ റാന്തലാണെന്ന് തോന്നുന്നു. ഡെഡിക്കേഷനേ. എടി എനിക്ക് തോന്നുന്നു ഇത് അഗ്നിയെ കുഴിച്ചു മൂടിയിട്ട് അവളെ ഞാറ് നടുവാൻ തോന്നുന്നു. എന്തുവാടി ദൃശ്യം 3യുടെ ബാക്കിയാ. അതാ നമ്മളറിയാതെ ജെമിനി നമ്മുടെ കഥയൊക്കെ മാറ്റാൻ നോക്കുന്നടി. പക്ഷെ ഇത് വല്ലാത്ത മാറ്റമായി പോയി. യാതൊരു ബന്ധമില്ലാത്ത. എന്തിനു ചെയ്യാനായി, രാത്രിയായാലും വലിച്ചെറിയ അടുപ്പത്ത് വെക്കാൻ പറ്റും. അളിയാ കയ്യിലെ ബാൻഡേജ് ഒക്കെ മാറ്റിക്കളയണേ. എടി കൊന്നു, നീ എന്റെ കൊച്ചിനെ കൊന്നോ? എടി തണ്ടി, നീയല്ലേ പറഞ്ഞത് കത്തി കൊണ്ട് കൊത്താൻ. നീ അതല്ലേ ബാഹുബലിയെ പോലെ ഇങ്ങനെ വൈറ്റൊക്കെ തൊട്ടില്ലേ, അതന്നെ ഉദ്ദേശിച്ചേ. നീ ഇതെന്ത് ചെയ്ത് വെച്ചേക്കുന്നേ? ഇത് കൊച്ചു തട്ടിപ്പോയി, കണ്ട അത്ര അതേ പറയത്തുള്ളൂ. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? ഊരിലാളെ കിടയാത് അൻപ് തളിക്കത്ത് മണ്ണ് அந்த பாசத்தில் அவனுக்கு அடிச்சுக்க ഊരിലാളെ കിടയാത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്താ ശരിയാണ് ജെമിനിയുടെ ഒരേ കഴിവുകളെ. എന്റെ അടുത്ത് കളിക്കരുത്, ഞാൻ ഗുലാന്റെ ആളാ. ഗുലാന്റെ പെണ്ണ. ഈശോ അഗ്നിയുടെ വീട്ടിൽ കരയണ കണ്ടപ്പോ എനിക്ക് സങ്കടം വരണം. അയ്യോ, ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു തീർക്കാം. എന്തോ നീ കരയടി കരയ, നിന്നൊക്കെ ഞാൻ കരയിപ്പിക്കുന്നു. എന്നിട്ട് ഞാനെങ്ങനെ ഇരുന്ന് ചിരിക്കും. എന്താണിത്, പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയുടെ കമ്പിവേലി? എടി ഡയലോഗ് മൊത്തം മാറിയാ കിടക്കുന്നേ. ആ വോയിസിന്റെ അകത്ത് പ്രശ്നം വന്നതാ. ശിവയുടെ ഡയലോഗ് പാറുമേ കയറി പറഞ്ഞേക്കുന്നേ, അങ്ങനെ ക്ലിപ്പ് കെടുക്കുന്നേ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. എടി അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കാണണ്ട? ഞാൻ ഇപ്പൊ ചാനലിലുണ്ട്. ഇല്ല, നിന്റെ വീഡിയോ ഇല്ല, പക്ഷെ ഞാൻ കാണുമല്ലേ. ഒരിക്കൽ റേച്ചൽ എന്നോട് സംശയം ചോദിച്ചു, നിങ്ങളാരും കരയാറില്ലേന്ന്. കരയാത്ത മനുഷ്യരുണ്ടോ? എനിക്കറിയത്തില്ലടി, ഞാൻ എന്താ ചെയ്യും? എടി വേറെ ആർക്കും കാണാൻ പറ്റില്ല, എന്താ ചെയ്യും? വയ്യ. ഒരു നേർത്ത പൈതലിന്റെ
ഞാൻ പോസ്റ്റ് ആക്കിയിടാൻ നോക്കുവോ? അതും പറ്റില്ലെങ്കിൽ സത്യമാണ് ഈശോ, ഞാൻ എന്തേലൊക്കെ ഇല്ല കാണുന്നില്ലെന്ന് സജിന് മെസ്സേജ് അയക്കുന്ന. നിനക്കറിയോ, ഞാൻ 100 ദൈവത്തിനെ വിളിച്ച് എന്റെ ഭഗവാനെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വിഷമിച്ചൊരു സിറ്റുവേഷൻ ഇല്ല. എനിക്ക് അത്രയ്ക്ക് വിഷമം വന്ന്. എനിക്ക് കിട്ടാതിരിക്കോടാ, എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും കർത്താവേ കിട്ടിക്കാണോ? കിട്ടിയ 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 ഈടറാതെ ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീലി പാളും അയ്യോ, നീ കരച്ചിട്ടായിരുന്നു. ആര് ദരിദ്രനായിരിക്കും.